Okay, so this is nuclear physics. 27 അല്ലേ, 27/6. ഓക്കെ. അപ്പം തുടങ്ങുന്നതിന് മുൻപ് എന്തായിരുന്നു ഷെൽ മോഡൽ എന്ന് നമുക്ക് ഒന്നുകൂടെ പറയാം. അതായത് ഷെൽ മോഡൽ എന്ന് പറയുന്ന സമയത്ത് വി ഹാവ് സം മാജിക് നമ്പേഴ്സ്. മാജിക് നമ്പേർഡ് ആയിട്ടുള്ള ന്യൂക്ലിയൈ ഹാവ് ഷോൺ സം എക്സ്ട്രാ സ്റ്റെബിലിറ്റി. സോ വി ഗോ ഫോർ ഷെൽ സ്ട്രക്ചർ. For that we assume some potential, some nuclear potential. Okay, so nuclear potential നോക്കിയ സമയത്ത് നമ്മൾ എന്താ പറയുക, ഈ സ്പെറിക്കൽ വെല്ലാണെങ്കിലും അല്ലെങ്കിൽ ഹാർമോണിക് ഓസിലേറ്റർ ആണെങ്കിലും ഒക്കെയും നമുക്ക് ഏകദേശം ആദ്യത്തെ കുറച്ച് മാജിക് നമ്പേഴ്സ് കിട്ടും. ദെൻ വി അപ്രോക്സിമേറ്റ് സം പൊട്ടൻഷ്യൽ ടു ബി സംതിങ് ലൈക്ക് സം വി ഓഫ് ആർ is equal to some minus v0, some 1 plus exponential r minus r divided by a. Okay, ഇത് ചെയ്യുന്ന സമയത്തും നമ്മുടെ എന്ത് ശരിയാകുന്നില്ല. ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് എക്സാക്ട്ലി നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ഷെൽ സ്ട്രക്ചേഴ്സ് കിട്ടുന്നില്ല. അവിടെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അതിൻ്റെ സ്പിൻ ഓർബിറ്റ് ഇൻട്രാക്ഷനെ പറ്റി പറയുന്നത്. വി ആഡ് ദിസ് സ്പിൻ ഓർബിറ്റ് ഇൻട്രാക്ഷൻ. ഓക്കെ, ഈ സ്പിൻ ഓർബിറ്റ് ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് സാധാരണഗതിയിൽ അറ്റോമിക്കിൻ്റെ കേസിൽ ഒരു പെർട്ടർബേഷൻ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. പക്ഷേ ഇവിടെ അതിൻ്റെ എഫക്റ്റ് കുറച്ചും കൂടെ ഡ്രാസ്റ്റിക് ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ആക്ച്വലി ഈ പൊട്ടൻഷ്യലിൽ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്പിൻ ഓർബിറ്റ് ടേം കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ഈ പൊട്ടൻഷ്യലിൻ്റെ കൂടെ. ഓക്കെ, എന്നിട്ടാണ് നമുക്ക് ഫൈനൽ ആൻസർ കിട്ടുന്നത്. അതായത് ന്യൂക്ലിയസിൻ്റെ കേസിൽ ഈ സ്പിൻ ഓർബിറ്റ് കപ്ലിങ്ങിനെ ഒരു പെർട്ടർബേഷൻ ആക്കി ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല, പകരം അതിനെ ഹാമിൽട്ടോണിയനിൽ ഉൾപ്പെടുത്തണം എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, so that is actually some v spin orbit term, some function of r, some into some vector l dot s. Okay, so ഈ l dot s ടേമും കൂടെ ചേരുമ്പോഴാണ് അതെന്താവുന്നത്, അത് ഈ എക്സാക്ട്ലി മാച്ചിങ് ആയിട്ടുള്ള ഒരു ഷെൽ സ്ട്രക്ചറിനെ തരുന്നത്. ഓക്കെ, എങ്ങനെയാണ് നമുക്ക് ഈ എൽ ഡോട്ട് എസിൻ്റെ വാല്യുവേറ്റ് ചെയ്യാനും കൂടെ നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. അതും കൂടെ ഇവിടെ നിന്ന് ഓർത്ത് അതിൻ്റെ കൂടെ എഴുതുന്നത് നല്ലതായിരിക്കും. അതായത് എൽ ഡോട്ട് എസിൻ്റെ എക്സ്പെക്ടേഷൻ വാല്യൂ നമുക്ക് ചെയ്യാന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ് അല്ലേ. അപ്പോൾ നമ്മൾ സാധാരണ എന്താ ചെയ്യാറ്, നമ്മൾ വി ടുക്ക് ദിസ് എൽ പ്ലസ് എസ് വിച്ച് ഇസ് ഈക്വൽ ടു ടോട്ടൽ ആംഗിൾ മൊമെൻറ്റം ജെ എന്നെടുക്കും. എന്നിട്ട് വി ഫൈൻഡ് ദിസ് ജെ ഡോട്ട് ജെ കണ്ടുപിടിക്കും. അപ്പോൾ എന്താ വരിക, ജെ ഡോട്ട് ജെ ഇസ് ഈക്വൽ ടു എൽ പ്ലസ് എസ് ഡോട്ട് എൽ പ്ലസ് എസ് എന്ന് വരും അല്ലേ. അതിന് എക്സ്പെൻഡ് ചെയ്ത് എന്താ കിട്ടുക, ദാറ്റ് വിൽ ബി, ഇപ്പോൾ ഈ സൈഡിൽ ദിസ് ഇസ് ഈക്വൽ ടു ജെ സ്ക്വയർ, ദിസ് ഇസ് ഈക്വൽ ടു എൽ സ്ക്വയർ പ്ലസ് എസ് സ്ക്വയർ പ്ലസ് 2l dot s എന്ന് വരും. ഓക്കെ, സോ ഇതിൽ നോക്കൂ, ഇതിൻ്റെ ഈ അതർ 3 ടേംസ് ദാറ്റ് ഈസ് ജെ സ്ക്വയർ, എൽ സ്ക്വയർ ആൻഡ് എസ് സ്ക്വയർ ഹാവ് സ്പെസിഫൈഡ് ഐഗൻ വാല്യൂസ് അല്ലേ. ജെ സ്ക്വയറിൻ്റെ ഐഗൻ വാല്യൂ ജെ ഇൻറ്റു ജെ പ്ലസ് 1 എച്ച് ക്രോ സ്ക്വയർ ആണ്, എൽ സ്ക്വയറിൻ്റെ എൽ ഇൻറ്റു എൽ പ്ലസ് 1 എച്ച് ക്രോ സ്ക്വയർ ആണ്, എസ് സ്ക്വയറിൻ്റെ എസ് ഇൻറ്റു എസ് പ്ലസ് 1 എച്ച് ക്രോ സ്ക്വയർ ആണ്. സോ യു ക്യാൻ ആക്ച്വലി ഐസൊലേറ്റ് ദിസ് എൽ ഡോട്ട് എസ് ആസ് ഹാഫ് ഓഫ് ജെ സ്ക്വയർ മൈനസ് എൽ സ്ക്വയർ മൈനസ് എസ് സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, ഇങ്ങനെ എഴുതിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ സാധാരണഗതിയിൽ ദ എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് എൽ ഡോട്ട് എസ് ടേം സ്പെഷ്യലായിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അങ്ങനെ എല്ലാം ചെയ്തതിൻ്റെ റിസൾട്ടാണ് നമുക്ക് കഴിഞ്ഞ ദിവസം കിട്ടിയ ഈ പറയുന്ന ഷെൽ സ്ട്രക്ചർ. ഓക്കെ, അപ്പോൾ ആ ഷെൽ സ്ട്രക്ചർ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഷെൽ സ്ട്രക്ചർ വെച്ചിട്ട് നമുക്കൊന്ന് വരയ്ക്കണം. അതും കൂടെ ഞാനിപ്പം പറയാം, ഒരു സെക്കൻഡേ. അപ്പം എല്ലാവരും ഒന്ന് ഷെൽ സ്ട്രക്ചർ ഒന്ന് എഴുതി എന്തായിരുന്നു വരിക, സംതിങ് ലൈക്ക് അതെ.
So I told you this was 1s, this was 1p, this is also 1p, this is 1d, this is 2s, this is 1d again, this is 1f, this is 2p, this is also 2p, this is 1f, this is 1g and 1g. Okay, then we have this total occupancy. This is half angular momentum, this is 3 by 2, this is 1 by 2, this is 5 by 2, this is 1 by 2, this is 3 by 2, this is 7 by 2, this is p 1 by 2, p again is p is 3 by 2, and you have 1 by 2, 7 by 2 and baki 5 by 2, then g is will be 9 by 2 and then 7 by 2. Okay, അതായത് ഏത് ആംഗുലർ മൊമെന്റത്തിന് സ്പ്ലിറ്റിങ് ഈ പ്ലസ് ഓർ മൈനസ് ഹാഫ് ആയതുകൊണ്ട് രണ്ട് സ്പ്ലിറ്റിംഗ് ഉണ്ടാവുള്ളൂ ബിക്കോസ് ഓഫ് ദി ഹാഫ് സ്പിൻ. ഓക്കെ, അപ്പം അതാണ് നമുക്ക് എഴുതുന്നത്. ഇപ്പം നിങ്ങൾ നോക്കിക്കോ, ഇവിടെ പിക്ക് ആണെങ്കിൽ രണ്ട് വാല്യൂ 3 by 2 ഉണ്ടാവും, 1 by 2 ഉണ്ടാവും. ഡിക്ക് ആണെങ്കിൽ രണ്ട് വാല്യൂ 5 by 2 ഉണ്ടാവും, 3 by 2 ഉണ്ടാവും. സെക്കൻഡേ, ഓക്കെ. അതുപോലെ എഫ് ആവുന്ന സമയത്ത് യു ഹാവ് 7 by 2 ടേം ആൻഡ് 5 by 2 ടേം. G ആകുമ്പോൾ യു ഹാവ് 9 by 2 ആൻഡ് 7 by 2. ഓക്കെ, സോ ഓൾ ദീസ് couple of splitting is because of the spin half. Okay, okay, if it would have been a spin 1 then it will be different. Okay, ശരി. അപ്പോൾ അതിൻ്റെ ഒക്യുപ്പൻസിയും കൂടെ നമുക്കിവിടെ മുകളിൽ എഴുതാം. എത്ര വരിക? രണ്ടാണെങ്കിൽ ഹാഫ് ആകുന്ന സമയത്ത് യു ഹാവ് 2, 3 by 2 ആകുമ്പോൾ യു ഹാവ് 4, 1 by 2 ആകുമ്പോൾ അഗെയിൻ 2, 5 by 2 ആകുമ്പോൾ യു ഹാവ് 6, 1 by 2 ആകുമ്പോൾ 2, 3 by 2 ആകുമ്പോൾ 4, 7 by 2 ആകുമ്പം 7 by 2 ആകുമ്പം 8, 3 by 2 ആകുമ്പം 4, 5 by 2 ആകുമ്പം 6, 1 by 2 ആകുമ്പം 2, 9 by 2 ആകുമ്പോൾ 10, 7 by 2 ആകുമ്പം 8. ഓക്കെ, ഇനി നിങ്ങൾ ഇതിലൊന്ന് നോക്കുക. ഓക്കെ, എവിടെ എത്തുമ്പോഴാണ് മാജിക് നമ്പറുകൾ വരുന്നത് എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ എത്രയൊക്കെയാണ് നമ്മുടെ മാജിക് നമ്പർ ആദ്യം അതൊന്ന് എഴുതി വയ്ക്കുക ഇവിടെ സൈഡിൽ. what was our magic numbers? 2, 8. മാജിക് നമ്പർ എന്ന് പറയുന്നത് 2, 8, 20, 28, 50, 82, 126. ഓക്കെ, നമുക്ക് തൽക്കാലം കുറച്ച് നേരം എഴുതാം. നമുക്ക് 2 എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു സ്പ്ലിറ്റ് ഉണ്ട്. 2 ഇതൊരു ഷെല്ല് കഴിഞ്ഞാൽ കുറച്ച് കുറച്ച് വ്യത്യാസമുള്ളതാണ് അടുത്തത്. ഓക്കെ, അത് കഴിഞ്ഞ് 2, 4, 6, 8 ഇവിടെയാണ് അടുത്തത് വരുന്നത്. ഓക്കെ, പിന്നെ 8 വരെ 14, 2, 16, 4, 20 ഇവിടെയാണ് അടുത്തത് വരുന്നത്. ഓക്കെ, 20 കഴിഞ്ഞാൽ 28 ഇവിടെ ഒരു ഇത് വരും. ഓക്കെ, 28 കഴിഞ്ഞാൽ പിന്നെ 32, 28, 28, 10, 38, 40, 10, 50, 50 ഇവിടെ അടുത്ത് വരും. ഓക്കെ, അതായത് ഇവിടെ നമ്മൾ എനർജി വരയ്ക്കുകയാണെന്ന് വെക്കാം. എനർജി വരയ്ക്കുന്ന സമയത്ത് so actually you have some S, you have some P, okay, you have some D and so and so. ഓക്കെ, അപ്പോൾ അത് നമ്മൾ വരയ്ക്കുമ്പം നമ്മൾ എങ്ങനെ വരയ്ക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം 1s ഫസ്റ്റ് ലൈനോടെ വരയ്ക്കുക. അത് കഴിഞ്ഞ് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ആദ്യം 2 വരയ്ക്കുക. ഈ പിയുടെ 2 വരയ്ക്കുക. ഓക്കെ, ദാറ്റ് വിൽ ബി ക്ലോസർ. ഓക്കെ, അത് കഴിഞ്ഞ് DSD ലിറ്റിൽ ബിറ്റ് മോർ ക്ലോസർ. I will write using another color maybe. Okay, then you have a separate F. Another color I will use. Okay, then you have a PFPG. അതെല്ലാം ഒരുമിച്ച് വരും.
ഓക്കെ. സോ ഇങ്ങനെയാണ് നമുക്ക് ഈ പറയുന്ന എന്ത് വരുന്നത്, ഇവിടുത്തെ സെപ്പറേഷൻ, അതായത് 2 കഴിഞ്ഞിട്ട് 8ലേക്കുള്ള സെപ്പറേഷൻ. This is 2, this is 8, this is 20, this is 28, this is 50, etc. ഈ ഗ്യാപ്പുകൾ വളരെ കൂടുന്ന രീതിയിലാണ് ഈ എനർജി ലെവൽസ് വരുന്നത്. ഓക്കെ. Of course, these are all some energy differences, but so somehow this is separated in a way which is larger than the separation of these individual lines. ഈ ഇൻഡിവിജ്വൽ ലൈൻസിൻ്റെ സെപ്പറേഷനെക്കാട്ടി കൂടിയ രീതിയിലാണ് ഇതിൻ്റെ സെപ്പറേഷൻ കിടക്കുന്നത്. ഓക്കെ. ഓക്കെ. അപ്പം ഇങ്ങനെ ഇതിൻ്റെ ഒരു ഷെൽ സ്ട്രക്ചർ വരയ്ക്കണം. നമ്മുടെ ടെക്സ്റ്റിൽ ഇത് കൊടുത്തിട്ടുണ്ട്. ആ ഒരു രീതിയിൽ തന്നെ നിങ്ങളത് വരയ്ക്കണം. ദാറ്റ് ഈസ് ഗിവൺ ബൈ ഫിഗർ 5.6. ഫിഗർ 5.6ൽ ഇതിൻ്റെ ഈ ഫിഗർ ഇങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അപ്പം അതിൻ്റെ തൊട്ട് മുന്നത്തിൽ ഈ സ്പ്ലിറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ടാണ് ഇവരെല്ലാം ഒരുമിച്ചായി വരുന്നത്. സ്പ്ലിറ്റിങ്ങുകളൊക്കെ കഴിഞ്ഞിട്ടാണ് വരുന്നത്. ഓക്കെ. സോ അതുകൊണ്ട് ഇത് നമ്മൾ പഠിക്കാതെ നിവൃത്തിയില്ല. ഇതിൻ്റെ ബാക്കിയും കൂടെ നമുക്ക് വേണമെങ്കിൽ പഠിച്ചു വയ്ക്കാം. ഓക്കെ. സോ ദിസ് ഈസ് സെപ്പറേറ്റ്ലി ഫോർ ന്യൂട്രോൺസ് ആൻഡ് പ്രോട്ടോൺസ്, ആൻഡ് ദാറ്റ് ഇസ് വൺ തിങ്. ന്യൂട്രോൺസ് ആൻഡ് പ്രോട്ടോൺസ് വിൽ സെപ്പറേറ്റ്ലി ബി ഫിൽഡ് യൂസിങ് ദിസ് ഷെൽ സ്ട്രക്ചേഴ്സ്. കേൾക്കുന്നുണ്ടല്ലോ ഞാൻ പറയുന്നത്? ഹലോ. യാ. ന്യൂട്രോൺസും പ്രോട്ടോൺസും സെപ്പറേറ്റ് ആയിട്ട് ഈ പറയുന്ന ഷെൽ സ്ട്രക്ചറിൽ ഫില്ലാവും. ഓക്കെ. ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് നമുക്കൊരു ന്യൂക്ലിയസ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഷെൽ സ്ട്രക്ചർ എഴുതുന്നത്, എന്താണ് അത് എഴുതുന്നത് കൊണ്ടുള്ള ഗുണം. ഓക്കെ. ആ ഗുണം എന്ന് പറയുന്നത് നമ്മൾ പണ്ട് ആംഗുലർ മൊമെൻറ്റം പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ദ ലാസ്റ്റ് ഫീൽഡ് ന്യൂക്ലിയോണിൻ്റെ ആംഗുലർ മൊമെൻറ്റമാണ് ടോട്ടൽ ന്യൂക്ലിയസിൻ്റെ ആംഗുലർ മൊമെൻറ്റം. ഓക്കെ. അപ്പോൾ നമുക്ക് ഇവിടേക്ക് ഇങ്ങനെ ഫില്ലാവുന്ന ന്യൂക്ലിയോൺ കഴിഞ്ഞിട്ട് ന്യൂക്ലിയോൺ ലാസ്റ്റ് ഇവിടെ ഫില്ലായി നോക്കിയാൽ ഈ എഫ് ഷെല്ലിൽ ഫില്ലാവുമ്പോൾ എഫ് ഷെല്ലിൻ്റെ ആംഗുലർ മൊമെൻറ്റം എത്രയാണ്? 5/2 ആണ്. ദാറ്റ് വിൽ ബി ദ ആംഗുലർ മൊമെൻറ്റം ഓഫ് ദാറ്റ് പർട്ടിക്കുലർ ന്യൂക്ലിയോൺ. So that will be the angular momentum of the entire nucleus. ആ എൻറ്റയർ ന്യൂക്ലിയസിൻ്റെ ആംഗുലർ മൊമെൻ്റ് ആയിട്ട് ആര് മാറും? ഇത് മാറും. ഓക്കെ. സോ അങ്ങനെ നമുക്ക് ലാസ്റ്റ് ഫിൽഡ് ഓഡ് ന്യൂക്ലിയോണിനെ അറിയാമെങ്കിൽ, അതിരിക്കുന്ന ഷെൽ അറിയാമെങ്കിൽ, വി ക്യാൻ ഈസിലി കാൽക്കുലേറ്റ് ദി ആംഗുലർ മൊമെൻറ്റം ആൻഡ് പാരിറ്റി ഓഫ് ദാറ്റ് പർട്ടിക്കുലർ ന്യൂക്ലിയസ്. ഓക്കെ. അപ്പോൾ നമ്മൾ ഇനി അടുത്തായിട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു ന്യൂക്ലിയസ് എടുത്തിട്ട് ആ ന്യൂക്ലിയസിൻ്റെ ഷെൽ സ്ട്രക്ചർ എഴുതാൻ വേണ്ടി പോവാണ്. നോക്കിക്കോട്ടോ. ഓക്കെ. ഓക്കെ. സോ ക്വസ്റ്റ്യൻ ഇത് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചിലപ്പോൾ ചോദിക്കാം. ഞാൻ ന്യൂക്ലിയസിന് പേരിടുന്നില്ല, ആർബിട്രറി എക്സ്. ഓക്കെ. 24. ഓക്കെ. 24 and 50 എന്ന് പറയുന്ന മേ ബി എസ് എൻ ഐസോട്ടോപ്പ് ഓഫ് സം എലമെൻറ്റ്. ഓക്കെ. സോ ഇതാണ് നമ്മുടെ ന്യൂക്ലിയസ്. ആദ്യം തന്നെ ഇങ്ങനെ ന്യൂക്ലിയസ്, അപ്പോൾ ഞാൻ ന്യൂക്ലിയസിന് ആർബിട്രറി, എനിക്ക് പേര് അറിയാത്തതുകൊണ്ടാണ് ഞാൻ നെക്സ്റ്റ് എഴുതിയിരിക്കുന്നത്. ഓക്കെ. ഡെഫിനറ്റ്ലി ദർ ഷുഡ് ബി സം നെയിം ഫോർ ദിസ്. ഓക്കെ. എത്രയാണ് 24 ഉള്ള അറ്റോമിക് നമ്പറുള്ള ആരാന്ന് നോക്കി കഴിഞ്ഞാൽ കിട്ടും, പക്ഷേ ഡസൻ വാണ്ട്. ഓക്കെ. സോ എന്തായിരിക്കും? സോ ഫസ്റ്റ് ഓഫ് ഓൾ യു ഷുഡ് ചെക്ക് ദ നമ്പർ ഓഫ് പ്രോട്ടോൺസ് എത്രയാണെന്ന് എഴുതണം. നമ്പർ ഓഫ് ന്യൂട്രോൺസ് എത്രയാണെന്ന് എഴുതണം. ഓക്കെ. എത്രയാണോ നമ്പർ ഓഫ് പ്രോട്ടോൺസ് വരിക? എത്രയായിരിക്കും നമ്പർ ഓഫ് പ്രോട്ടോൺസ് വരിക? Yes. Number of protons is 24 and number of neutrons is 26. Okay. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ദിസ് ഈസ് ഈവൺ നമ്പർ ഓഫ്
ന്യൂട്രോൺസ് ആൻഡ് ഈവൺ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആണുള്ളത്. രണ്ടും ഈവൺ ആണ്. അതിൻ്റെ പ്രത്യേകത ഞാൻ ഇത് കഴിഞ്ഞിട്ട് പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ വി വിൽ ചെക്ക് ദി ഷെൽ സ്ട്രക്ചർ. രണ്ടിൻ്റെ ഷെൽ സ്ട്രക്ചർ എഴുതാൻ വേണ്ടി പോവാണ്. ആദ്യം നമുക്ക് എന്ത് എഴുതാം? പ്രോട്ടോണിൻ്റെ ഷെൽ സ്ട്രക്ചർ എഴുതാം. എത്ര പ്രോട്ടോൺ ഉണ്ട്? 24 പ്രോട്ടോൺ ഉണ്ട്. ഷെൽ സ്ട്രക്ചർ എഴുതാം. നമ്മൾ ഷെല്ലെടുക്കുക. So we will write this is equal to half, this is equal to 3/2, half, 5/2, 1/2, 3/2, 7/2. Occupancy will be, this is 2, 4, അപ്പോൾ നമുക്ക് 24 ഉണ്ട്. അപ്പോൾ 2, 4 ഉണ്ട് 6, 6 2 8, 8 6 14, 14 2 16, 16 4 20, 20 ഇതിൽ എത്ര എണ്ണം കൊള്ളും? ഇതിൽ ശരിക്കും 8 എണ്ണം കൊള്ളും. പക്ഷെ നമുക്ക് എത്ര എണ്ണം മതി? 4 എണ്ണം മതി. മനസ്സിലായോ? ഓക്കെ, ഒന്നുകൂടെ എഴുതാം. ഇതിൻ്റെ ആക്ച്വൽ ഒക്യുപ്പൻസി ഓഫ് ഈച്ച് ആൻഡ് എവറി സ്റ്റേറ്റ് ഇസ് ദിസ് ഇസ് 2, 4, 2, 6, 2, 4 ആൻഡ് ദിസ് ഇസ് 8. പക്ഷെ ഇത് എഴുതി നോക്കുമ്പോൾ 2 + 4 6, 8, 14, 16, 20, 24 ഉള്ളൂ. 24 കൂടെ ഇതിൽ ഫില്ലാവും. ഓക്കെ, സോ ദാറ്റ് വിൽ ബി നോട്ട് ഫുള്ളി ഫിൽഡ്, but it is sort of half filled. Okay, so F 7/2 4 ഇതാണ് ഇതിൻ്റെ പ്രോട്ടോണിൻ്റെ ഷെൽ സ്ട്രക്ചർ. ഓക്കെ, സോ ഡെഫിനറ്റ്ലി ഗോ ഫോർ ന്യൂട്രോൺസ്. എന്തായാലും എഴുതി നോക്കി. ഇതേപോലെ തന്നെ ന്യൂട്രോൺ എഴുതാം. യെസ്, അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ഈ സാധനം ഏത് പഠിക്കണം? ഈ SPPDSDFP ആ ഓർഡർ പഠിക്കണം. ആ ഓർഡർ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ മുകളിലുള്ള ഒക്യുപ്പൻസി കണ്ടുപിടിക്കാൻ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഓർമ്മയുണ്ടാവും? യെസ് യെസ്. അപ്പോൾ ഷെൽ സ്ട്രക്ചർ ആദ്യം അറിയണം. ആദ്യം തന്നെ പരീക്ഷ പേപ്പറിൽ ഇപ്പോൾ ഷെൽ മോഡലിൻ്റെ ക്വസ്റ്റൻ ആണെങ്കിൽ നിങ്ങൾ എന്ത് എഴുതി വെക്കുക? ഈ എസ് എഴുതി വെച്ചിട്ട് സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കുക. ഒരു അത്യാവശ്യം കുറച്ച് ന്യൂക്ലിയസിനുള്ള സാധനങ്ങൾ ഉണ്ടാക്കി വെക്കുക. ഓക്കെ ഓക്കെ, അത് ആദ്യം റെഫറൻസ് ആക്കിയിട്ട് അവിടെ എഴുതി വെക്കുക. എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് എടുത്തിട്ട് ഫില്ല് ചെയ്യാം. ഓക്കെ, നമുക്ക് ഷെൽ സ്ട്രക്ചർ അറിയണം. അറിയാതെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഷെൽ സ്ട്രക്ചർ അറിയണം. അത് അറിയാൻ അത് മുഴുവൻ കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. എന്ത് മാത്രം പഠിച്ചാൽ മതി? ഈ SPP എന്നുള്ളത് മാത്രം കാണാതെ പഠിച്ചാൽ മതി. ബാക്കി നമുക്ക് ഫില്ല് ചെയ്ത് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. ഓക്കെ, വേറെ വഴിയൊന്നുമില്ല. ഓക്കെ, എന്നിട്ട് അതുപോലെ ഇതേപോലെ നമുക്ക് ഇഫ് യു വാണ്ട് ടു ഫൈൻഡ്, യു ജസ്റ്റ് വാണ്ട് ടു ഫൈൻഡ് ദിസ് ന്യൂട്രോൺസ് 26 എണ്ണം ഉണ്ട്. 26 എണ്ണം ഉണ്ട്. 26 എണ്ണം വരുന്ന സമയത്ത് ഇതേപോലെ തന്നെ ഷെൽ സ്ട്രക്ചർ, ഇതേ ഷെൽ സ്ട്രക്ചർ മതി. ഇവിടെ 2 കൂടെ കൂടി കഴിഞ്ഞാൽ 26 ആവും അല്ലേ? സോ SPPDSDF. ഓക്കെ, so I can also write this is half, this is 3/2, this is 1/2, this is 5/2, this is 1/2, sorry, this is 3/2, this is 7/2. ഓക്കെ, വേണമെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? അതിൻ്റെ കൂടെ അതിൻ്റെ എനർജി കോണ്ടന്റ് നമ്പർ എഴുതാം. 1s, 1p, 1p, 1d, 2s, 1d, 1f ഇടാം. എക്സാമിന് എഴുതുമ്പോൾ അതൊക്കെ എഴുതിക്കോ, കുഴപ്പമൊന്നുമില്ല. 1 1 1 1 1 2 1 1 etc. ആൻഡ് ഒക്യുപ്പൻസി ഇസ് ഹിയർ. നമുക്കിവിടെ 26 എണ്ണം ഉണ്ട്. അപ്പോൾ 2 ഇവിടെ പോയി, 4 ഇവിടെ പോയി, 2 ഇവിടെ പോയി, 6 ഇവിടെ പോയി, 2 ഇവിടെ പോയി, 4 ഇവിടെ പോയി, ഇപ്പോൾ 20 ആയി. സോ ദി 6th one will go in this. ഓക്കെ, ഇനി ഇങ്ങനെയുള്ള ന്യൂക്ലിയസുകളുടെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, അതിൻ്റെ we can talk about the angular momentum and parity of this. ഓക്കെ, angular momentum parity of this എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് 3 ക്രൈറ്റീരിയാസ് ഉണ്ട്. ഒന്ന്, പ്രോട്ടോൺ നമ്പറും ന്യൂട്രോൺ നമ്പറും ഈവൺ ആണെങ്കിൽ, പ്രോട്ടോൺ നമ്പറും ന്യൂട്രോൺ നമ്പറും ഈവൺ ആണെങ്കിൽ ആ ന്യൂക്ലിയസിൻ്റെ ടോട്ടൽ ആംഗുലർ മൊമെൻറ്റം എന്നുള്ളത് 0 ആയിരിക്കും. ഓക്കെ, ഒന്നുകൂടെ പറയാം. ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസും ടോട്ടൽ നമ്പർ ഓഫ് ന്യൂട്രോൺസും ഈവൺ ആണെങ്കിൽ, ഈവൺ നോട്ട് ഈക്വൽ, ഈക്വൽ എന്നല്ല പറയുന്നത്, ഈവൺ. ഇപ്പോൾ ഇതിലിപ്പോൾ ഈക്വൽ ഒന്നുമല്ല, 24 26 ആണ്. ഇറ്റ്സ് നോട്ട് ഈക്വൽ, ബട്ട് ബോത്ത് ആർ ഈവൺ. ഈവൺ ആണെങ്കിൽ ടോട്ടൽ ആംഗുലർ മൊമെൻറ്റം ഓഫ് ദ ന്യൂക്ലിയസ് വിൽ ബി 0. ഓക്കെ, ആൻഡ് പാരിറ്റി ഓഫ് ദ ന്യൂക്ലിയസ് ഈസ് പോസിറ്റീവ്.
പാരിറ്റി ഓഫ് ന്യൂക്ലിയസ് വിൽ ബി പോസിറ്റീവ്. ഇങ്ങനെയാണ് ഒരു ന്യൂക്ലിയസിൻ്റെ ആംഗുലർ മൊമെൻറ്റവും പാരിറ്റിയും നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ നമുക്ക് വേറൊരു രീതിയിൽ നൊട്ടേറ്റ് ചെയ്യാം. ദിസ് ഈസ് ഈക്വൽ ടു, ദിസ് ഈസ് ദ ടോട്ടൽ ആംഗുലർ മൊമെൻറ്റ് I ആൻഡ് ദിസ് ഈസ് ദി പാരിറ്റി P. ഓക്കെ, അതേപോലെയാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. ദറ്റ് ഇസ് 0 പ്ലസ് 0 ഇസ് ദ ടോട്ടൽ ആംഗുലർ മൊമെൻറ്റം. ന്യൂക്ലിയർ സ്പിൻ എന്ന് വിളിക്കുന്ന സാധനത്തിനാണ് 0. ടോട്ടൽ ആംഗുലർ മൊമെൻറ്റത്തിനാണ് നമ്മൾ ന്യൂക്ലിയർ സ്പിൻ എന്ന് വിളിക്കുക. That is 0 and the parity is positive. The parity is given as positive. Okay. അപ്പം ഈ ഒരു കേസിൽ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഒരു ന്യൂക്ലിയസ് തന്നിട്ടുണ്ട്, യു ഡ്രോ ദി ഷെൽ സ്ട്രക്ചർ. ഡ്രോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെ എങ്ങനെ ആക്കണം, ഇങ്ങനെ ഈ എസിനെ അടിയിൽ വരയ്ക്കുക, അങ്ങനെ ഓരോന്നിനോരോന്ന് വരച്ചിട്ട് അതിൽ ന്യൂക്ലിയോൺസ് ഫില്ല് ചെയ്ത് പോയാലും മതി. ഓക്കെ, ഫില്ല് ചെയ്ത് കാണിക്കുക, വരയ്ക്കാൻ പറഞ്ഞാൽ കേട്ടോ. ഓക്കെ, അപ്പോൾ അതായത് ഇപ്പോൾ നോക്കിക്കോ, ഇത് തന്നെ വരയ്ക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ എന്ത് വരയ്ക്കുക, എസ് വരയ്ക്കുക, 2s 1/2 വരയ്ക്കുക, അതിൽ എത്ര എണ്ണം വരയ്ക്കുക, അതിൽ ഈ പറഞ്ഞ 2 ന്യൂക്ലിയോൺസിനെ ഫില്ല് ചെയ്യുക. ഓക്കെ, ദെൻ യു ഡ്രോ ദിസ് P3/2 വരയ്ക്കുക, അതിൽ എത്ര എണ്ണം ഉണ്ട്, അതിൽ 4 എണ്ണം ഉണ്ട്, 4 വരയ്ക്കുക. ഓക്കെ, ആൻസോ നമ്മളിവിടെ ഇത് എഴുതി കഴിഞ്ഞാൽ പിന്നെ വരയ്ക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. പിന്നെ നമുക്ക് മുകളിൽ നിന്ന് താഴത്തേക്ക് എനർജി കൂടുന്ന രീതിയിൽ ഇത് എഴുതുന്നു, നമ്മൾ അതിൽ ന്യൂക്ലിയോൺസിനെ ആ എണ്ണം അനുസരിച്ചിട്ട് ഫില്ല് ചെയ്യുന്നു. ഓക്കെ, അപ്പം ഇത് എഴുതാൻ അറിയാമെങ്കിൽ പിന്നെ ചിത്രം വരയ്ക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല, അതുകൊണ്ടാണ് പിന്നെ ഒന്നും പറയാത്തത് കേട്ടോ. ഓക്കെ, എന്നിട്ട് നിങ്ങൾ പറയാം they asked about the total angular momentum and parity എങ്കിൽ, so since this is both are even numbered nucleons, then the total angular momentum will be 0 and the parity will be positive. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് കൈൻഡ് ഓഫ് ന്യൂക്ലിയസ്. ഫസ്റ്റ് കൈൻഡ് ഓഫ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത് പ്രോട്ടോൺസിൻ്റെയും ന്യൂട്രോൺസിൻ്റെയും എണ്ണം ഈവൺ ആവുന്ന തരം. ഓക്കെ, വെൽ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇതിലേതെങ്കിലും ഒന്ന് ഓഡ് ആവുന്ന സിറ്റുവേഷനാണ്. ഓക്കെ, സോ ദിസ് ഇസ് മേ ബി വി കോൾ ദിസ് ഇസ് എ ടൈപ്പ് 2. either proton number or neutron number is odd. Either proton number or neutron number is odd. Okay, ഞാൻ ഉദാഹരണത്തിന് അങ്ങനെ ഒരു ഇത് എഴുതാം. I'm writing some x. Again I'm using x because I don't remember the names of it. Okay, maybe I have a 13 and 27. 13, 27. ഇതാണ് ആ ന്യൂക്ലിയസിൻ്റെ പ്രത്യേകതയല്ല, ന്യൂക്ലിയസിൻ്റെ സ്പെസിഫിക്കേഷൻ. അപ്പോൾ തന്നെ ഇമ്മീഡിയറ്റ്ലി യു റൈറ്റ് ദി നമ്പർ ഓഫ് പ്രോട്ടോൺസ് എഴുതാം, നമ്പർ ഓഫ് ന്യൂട്രോൺസ് എഴുതാം. എഴുതി എല്ലാവരും? നമ്പർ ഓഫ് പ്രോട്ടോൺസ് എഴുതാം, നമ്പർ ഓഫ് ന്യൂട്രോൺസ് എഴുതാം. നമ്പർ ഓഫ് പ്രോട്ടോൺസ് എന്ന് പറയുന്നത് എത്രയാണ്? നമ്പർ ഓഫ് പ്രോട്ടോൺസ് 13 ആണ്. നമ്പർ ഓഫ് ന്യൂട്രോൺസ് എന്ന് പറയുന്നത് 14. ഓക്കെ, സോ ഓഫ് കോഴ്സ് ദിസ് ഈസ് നമ്മൾ പറഞ്ഞ ഐദർ പ്രോട്ടോൺ നമ്പർ ഓർ ന്യൂട്രോൺ നമ്പർ ഇസ് ഓഡ്. ഏതോ ഒന്ന് ഓടാണ്, കാരണം ഇവിടെ പ്രോട്ടോൺ നമ്പറാണ് നമ്മുടെ ഇവിടെ ഓഡായിട്ടിരിക്കുന്നത്. ദിസ് ഈസ് ഓഡ്, സോ യു ജസ്റ്റ് പിക്ക് ഇറ്റ് അപ്പ്. എന്നിട്ട് പഴയ പോലെ രണ്ടിനും ഷെൽ സ്ട്രക്ചർ നമുക്ക് എഴുതാം അല്ലേ? രണ്ടിനും വേണമെങ്കിൽ ഷെൽ സ്ട്രക്ചർ എഴുതാം. എന്താ പറയുക, രണ്ടിനും ഷെൽ സ്ട്രക്ചർ എഴുതിയില്ലെങ്കിൽ ഇതിന് ഇത്രയും മതിയാവും അല്ലേ? അപ്പോൾ ഞാനിനി പല കാര്യങ്ങളും സ്കിപ്പ് ചെയ്യാണ് നമുക്ക് അല്ലേ. ഇത് 1/2, ഇത് 3/2, ഇത് 1/2, ഇത് 5/2, ഇത് 1/2, ഇത് 3/2, ഇത് 7/2. ഇവിടുത്തെ ഓക്യുപ്പൻസി 2. അപ്പോൾ 13 എണ്ണം വേണം. 2 4 2 6, 6 2 8, 8 6 14, അതിൽ 5 എണ്ണം മതി അല്ലേ? 5 13. ഓക്കെ, സോ വി വിൽ ഇറേസ് ദ റിമൈനിങ്. ഇത്രയേ ഉള്ളൂ. ഓക്കെ, അതേപോലെ 14 ഇപ്പുറത്ത് എന്ത് വരും? 14 ഇപ്പുറത്ത് ഇതേപോലെ തന്നെ എസ് ടി പി ഡി മതി അല്ലേ? സോ യു ഹാവ് ദിസ് ദ സെയിം, യു ഹാവ് ഹാഫ് ഹിയർ, 3/2 ഹിയർ, 1/2 ഹിയർ,
5/2 ഹിയർ. 2 ഇവിടെ പോയി, 2 4 2 6, 6 2 8, 8 6 14. ഓക്കെ, ശരി. അപ്പോൾ ഇത്രയും ഷെല്ല് മതി എന്തിന്, ഈ പറയുന്ന ഇത്രയും നമ്പറിനെ അക്കോമഡേറ്റ് ചെയ്യാൻ ഇത്രയും ഷെല്ല് മതി. ഇനി ഇതിൻ്റെ ടോട്ടൽ ആംഗുലർ മൊമെൻറ്റം ചോദിക്കുന്ന സമയത്ത് യു ലുക്ക് അറ്റ് ഏതാണോ ഓഡ്, ആ ഓഡിൻ്റെ ഷെൽ സ്ട്രക്ചർ നോക്കുക. ഓഡിൻ്റെ ഷെൽ സ്ട്രക്ചർ ഇതാണ് ഓഡ് അല്ലേ, പ്രോട്ടോൺസ് ആണ് ഇവിടെ ഓടുള്ളത്. ആ ഓഡിൻ്റെ ഷെൽ സ്ട്രക്ചർ നോക്കുക. അതിലെ ലാസ്റ്റ് ഫീൽഡ് ആയിട്ടുള്ള ഓഡ് ന്യൂക്ലിയോൺ, ഇത് ഇവിടുത്തെ 5ാമത്തെ ആ ന്യൂക്ലിയോൺ ആണ് ഓഡ്. 5ാമത്തെ ന്യൂക്ലിയോൺ ഇല്ലായിരുന്നെങ്കിൽ ദിസ് വുഡ് ഹാവ് ബീൻ ഈവൻ, റൈറ്റ്? ഓക്കെ, സോ ദിസ് വൺ ഏത് ഷെല്ലിലാണ് ഇരിക്കുന്നത് നോക്കുക. ഏത് ഷെല്ലിലാണ് ഇരിക്കുന്നത്? D5/2 ഇരിക്കുന്നത്. ഓക്കെ, സോ ആ ഷെല്ലിൻ്റെ ആംഗുലർ മൊമെൻറ്റം ദാറ്റ് ഈസ് 5/2 ആണ് ഈ മൊത്തം ന്യൂക്ലിയസിൻ്റെ ആംഗുലർ മൊമെൻറ്റം, സിംപ്ലി. ഓക്കെ, സോ ദ 5th ഓഡ് ന്യൂക്ലിയോണിൻ്റെ ആംഗുലർ മൊമെൻറ്റം ആയിട്ടുള്ള 5/2 ആണ് നമ്മുടെ ഈ എൻറ്റയർ ന്യൂക്ലിയസിൻ്റെ ആംഗുലർ മൊമെൻറ്റം. സോ ദർ ഇസ് നോ കോൺട്രിബ്യൂഷൻ അറ്റ് ഓൾ ഫ്രം this number of neutrons, because the number of neutrons is E1. So there is no contribution of this neutron angular momentum here. Okay, so the entire angular momentum of the nucleus is given by the proton, that odd proton, and that is 5/2. Okay, now let us look at the parity of it. Okay, അപ്പോൾ നമുക്ക് angular momentum കിട്ടി. So the angular momentum equal to 5/2. Okay, now we look at the parity of this. Parity എന്ന് പറയുന്നത് -1/L ആണ്, -1/L. Okay, so what is L? L is the orbital angular momentum quantum number of the last filled shell. ലാസ്റ്റ് ഫിൽഡ് ഷെല്ലിൻ്റെ കാര്യമാണ്. ലാസ്റ്റ് ഫിൽഡ് ഷെല്ലിൻ്റെ എൽ വാല്യൂ എത്രയാണ് എന്നുള്ളതാണ് എൽ വാല്യൂ. ഓക്കെ, എത്രയാണോ ഇതിൻ്റെ എൽ വാല്യൂ പറഞ്ഞേ? ഡി ഷെല്ലിൻ്റെ എൽ വാല്യൂ എത്രയായിരിക്കും? 2. So this is 2. So this is -1/L, that is -1/2, that is plus. So the parity is plus. Okay, മനസ്സിലായോ? sir. So this entire nucleus is represented in this fashion. ഇതുപോലെയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. 5/2 പ്ലസ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ആ ന്യൂക്ലിയസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടുന്ന് ആരുടെ കോൺട്രിബ്യൂഷൻ ഇല്ല, ഈ പറയുന്ന ന്യൂട്രോണിൻ്റെ കോൺട്രിബ്യൂഷൻ. ഇനി നേരെ തിരിച്ച് ഒരു ന്യൂക്ലിയസ് ഉണ്ട്, അതിൻ്റെ ന്യൂട്രോൺ നമ്പറാണ് ഓഡ്, പ്രോട്ടോൺ നമ്പർ ഈവൺ ആവുന്നുള്ളൂ. ഇതേ കൈൻഡ് ഓഫ് സ്ട്രാറ്റജി തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. വി പിക്ക് ദി ഓൺലി ഓഡ് വൺ. നമുക്ക് ഒരെണ്ണം കൂടെ ചെയ്യാം, അത് നിങ്ങൾ കണ്ടുപിടിക്കാം കേട്ടോ, ഇപ്പം തന്നെ ചെയ്യാം. ദാറ്റ് ഈസ് find the angular momentum and parity of x, which is some 30 and 61. Okay, 30 and 61 ചെയ്ത് നോക്കാൻ പറ്റുമോ? ഒന്ന് പെട്ടെന്ന് എഴുതി നോക്കി. നമ്പർ ഓഫ് പ്രോട്ടോൺസ് എഴുതുക, നമ്പർ ഓഫ് ന്യൂട്രോൺസ് എഴുതുക, എന്നിട്ട് ഫില്ല് ചെയ്ത് നോക്കാം. അപ്പോൾ എന്തായിരിക്കും വരിക? നമുക്ക് ഒന്ന് എഴുതി നോക്കാം. ഇവിടെ നമ്പർ ഓഫ് പ്രോട്ടോൺസ് എന്ന് പറയുന്നത് 30, നമ്പർ ഓഫ് ന്യൂട്രോൺസ് എന്ന് പറയുന്നത് 31 അല്ലേ? അപ്പോൾ ഷെൽ സ്ട്രക്ചർ എഴുതുമ്പം ആണെങ്കിൽ നമുക്ക് രണ്ടിൻ്റെയും ഷെൽ സ്ട്രക്ചർ എഴുതി വയ്ക്കാം. ഓക്കെ, ഷെൽ സ്ട്രക്ചർ എഴുതാനാണ് ക്വസ്റ്റൻ എങ്കിൽ യു ഹാവ് ടു റൈറ്റ് ഓൾ. ഓക്കെ, ഇത്രയും മതിയാവുമായിരിക്കും. So let us write it. So this is half, this is 3/2, this is 1/2,
This is 5 by 2. This is again 1 by 2. This is 3 by 2. This is 7 by 2. This is 3 by 2. This is 5 by 2. Occupancy is 2, 4. 4 6, 6 8, 8 14, 14 16, 16 4 20, 20 8 28, 28 2. So we have 2 here. Okay, so I can erase this last one. Okay, so similar one will be for ആർക്കും ന്യൂട്രോണിന് വരും. ഇവിടുത്തെ ഈ 2 എന്നുള്ളത് മാറിയിട്ട് എന്താവും, ഈ ഷെല്ല് മാത്രം ഞാൻ മാറ്റി എഴുതിയാൽ മതി അല്ലേ, ബാക്കിയൊക്കെ സെയിം ആണ്. പി 3 by 2, this will be 3. Okay, 3. So all the other shell structures are the same. Okay, okay. ഇതേപോലെ എഴുതണം, പരീക്ഷയ്ക്ക് വരയ്ക്കരുത്, ഇങ്ങനെ നിങ്ങൾ മുഴുവൻ എഴുതണം, പറഞ്ഞത് മാത്രം. ഓക്കെ, സോ എന്താണ് നമുക്ക് ടോട്ടൽ ആംഗിൾ മൊമെന്റ് പാരിറ്റി എത്ര കിട്ടിയത് എല്ലാവർക്കും? ഹലോ ഹലോ, ശരി. ഓക്കെ, ആംഗുലർ മൊമെന്റ് ന്യൂട്രോണിന്റെ ഷെൽ ഫ്രാക്ഷന്റെ ലാസ്റ്റ് കാണുന്ന 3/2 അല്ലേ? യെസ്, 3/2. പാരിറ്റി -1/1. യാ, -1/1 എന്ന് വെച്ചാൽ മൈനസ് അല്ലേ? സോ ഇതാണ് ഈ ന്യൂക്ലിയസിൻ്റെ ആംഗിൾ മൊമെൻറ്റും പാരിറ്റിയും. 3/2 റൈസ് ടു മൈനസ്, വായിക്കേണ്ടത് 3/2 ആംഗിൾ മൊമെൻറ്റം ന്യൂക്ലിയർ സ്പിന് മൈനസ് ഈസ് ദി പാരിറ്റി. ഓക്കെ എന്നുള്ളതാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ പല സ്ഥലങ്ങളിൽ നിന്ന് ഒരു ഷെല്ലിൽ നിന്ന് വേറെ ഷെല്ലിലേക്ക് എക്സൈറ്റേഷൻ ഉണ്ടാകുന്ന സമയത്ത് പാരിറ്റി ചേഞ്ച് ഉണ്ടാവാതെ പോവുകയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അവിടുന്ന് അടുത്ത സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ അവിടെ പാരിറ്റി ഇല്ലാത്ത സ്റ്റേറ്റിലേക്കാണ്, അതായത് ഓട് പാരിറ്റി ഉള്ളതിന് ഓട് പാരിറ്റി ഉള്ളതിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഈവൻ പാരിറ്റി, അങ്ങനത്തെ കുറേ സെലക്ഷൻ റൂൾസ് ഇനി നമ്മൾ ഇതിൽ പഠിക്കുന്നുണ്ട്. ആ സെലക്ഷൻ റൂൾസ് ഒക്കെ ഗവേൺ ചെയ്യുന്നത് ഈ പറയുന്ന ഒരു ഷെൽ സ്ട്രക്ചറുകളാണ്. ഓക്കെ, അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഏതാണ് ആംഗിൾ മൊമെൻറ്റം, ഏതാണ് പാരിറ്റി എന്ന് നോക്കുന്നത്. ഓക്കെ ഓക്കെ, സോ ഐ വിൽ ഗോ ടു ദി ലാസ്റ്റ്. അപ്പോൾ ഇത് മനസ്സിലായല്ലോ, എത്ര വരെയുള്ളത് വന്നാലും നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും. ആൻഡ് വി വിൽ ഗോ ടു ദി ഫൈനൽ variety of this, that is if what happens if both of the number of protons and number of neutrons are odd. ഓക്കെ, അപ്പം ഇത് ഒരെണ്ണം ഓഡ് ഉള്ളത് മനസ്സിലായല്ലോ എല്ലാവർക്കും അല്ലേ? അങ്ങനെയാണെങ്കിൽ we will go to the last one, that is type last type is which is both. What happens if both the protons and neutrons are odd. രണ്ട് ഓടാണെങ്കിൽ എന്ത് സംഭവിക്കും? Okay, so we will write such a nucleus first and then we will discuss. Okay, so again I am writing an X which is a little bit large, that is 41 and 82, 83 and 84. 41 and 84. Okay, hope this is both the number of protons and neutrons are odd. ശരിയല്ലേ? രണ്ട് ഓടല്ലേ ഇടൂ. എന്താ പറയുക, what is the number of protons here? Number of protons is 41, number of neutrons is 43. ഓക്കെ, ഒന്ന് ചെയ്ത് നോക്കി. അത് ഷെൽ സ്ട്രക്ചർ എഴുതി നോക്കി എല്ലാവരും. 31 വരെയുള്ള
അവിടെ എഴുതി നോക്കാം എത്ര ഉണ്ടെന്ന് ഞാൻ. This is 1/2, 3/2, 1/2, 5/2, 1/2, 3/2, 7/2. This is again 3/2, 1/2, 5/2. Occupancy is 2. 4, 2, 4, 2, 6, 2, 8, 8, 6, 14, 14, 2, 16, 16, 4, 20, 20, 8, 28, 28, 4, 32, 32, 6, 38 അല്ലേ, 38, 2, 40 പോലെ ഒരെണ്ണം കൂടി വേണം അല്ലേ. അപ്പം this is G. Okay, so if it is G, then it is G ക്ക് വരിക എത്രയാണ്, 9/2 ആണ് വരിക, 9/2. So the occupancy is 10 here. So far we have how much we got, 4, 6, 8, 14, 18, sorry 4, 6, 8, 14, 16, 20, 28, 32, 38, 40, 41 will come here. Okay, and the same one, that is G അല്ലേ, അവിടെ തന്നെയാണ് 43 വരുന്നത് അല്ലേ, 43 അവിടെ തന്നെയാണ് വരിക. G, that is 9/2. Here you have the third one. Okay, എന്തേ ശരിയല്ലേ? Yeah, okay. So you have to write the entire things here. This is the same, this is the same for this. Okay, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് രണ്ട് ആംഗുലർ മൊമെൻറ്റങ്ങൾ കിട്ടി, ഓക്കെ, രണ്ട് പാരിറ്റികളും കിട്ടി അല്ലേ, രണ്ട് പാരിറ്റികളും കിട്ടി. അപ്പോൾ ന്യൂട്രോണിന് വേണ്ടിയിട്ട് ഒരു ആംഗുലർ മൊമെൻ്റ് ഉണ്ട്, പ്രോട്ടോണിന് ഒരു ആംഗുലർ മൊമെൻ്റ് ഉണ്ട്. ഒന്ന് 9/2 ആണ് ഓഡ് പ്രോട്ടോണിൻ്റെ, അത് തന്നെയാണ് ഓഡ് ന്യൂട്രോണിൻ്റെ. ആൻഡ് ഇഫ് യു ലുക്ക് അറ്റ് ദി പാരിറ്റി ഓഫ് ദിസ്, മറ്റേ പാരിറ്റി എത്രയാണ്, -1/1, മൈനസ് ആണ് പാരിറ്റി, ഇതിൻ്റെ പാരിറ്റിയും മൈനസ് ആണ് പാരിറ്റി. ഓക്കെ, okay, so I will tell you about the parity of the entire nucleus will be the product of parities. Okay, so if both are minus, this net parity will be plus. Okay, ഒരു മിനിറ്റ്, ഇത് പാരിറ്റി നെഗറ്റീവ് തന്നെയല്ലേ, ഒരു സെക്കൻഡ്. ജി ആണ്, ഞാൻ ഈ 1 കണ്ടിട്ടാണ് ഞാൻ എഴുതിയത്, സോറി. സോ പാരിറ്റി ഓഫ് ജി ആണ്, ജി എന്ന് പറയുന്നത് -1/, SPDFG, that is 4 ആണ് അല്ലേ, 4. So that is പ്ലസ്. മറ്റേൻ്റെ പാരിറ്റി അത് -1/4, that is പ്ലസ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും പാരിറ്റി പ്ലസ് ആണെങ്കിൽ റിസൾട്ടൻറ്റിൻ്റെ പാരിറ്റി എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ഓഫ് ദിസ് പാരിറ്റീസ് ആണ്. പ്ലസ് ഇൻറ്റു പ്ലസ് തന്നെ. ഓക്കെ, ഇപ്പോൾ രണ്ടും മൈനസ് ആയിരുന്നെങ്കിൽ ഇത് പ്ലസ് ആവുമായിരുന്നു എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ മൈനസും പ്ലസ്സും ആണെങ്കിൽ മൈനസ് ആവുമായിരുന്നു. ഓക്കെ, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ദിസ് ഈസ് -1/L1 + L2 ആണ്. ഓക്കെ, അപ്പോൾ ഇത് തന്നെ ശരിയാവും, -1/L1 × -1/L2 ആണ്, -1/L1 + L2. അതുകൊണ്ട് 4 + 4 ഇത് പറയുന്നതാണെങ്കിൽ -1/8 എന്ന് എഴുതാം, ആൻഡ് ദാറ്റ് ഈസ് അഗെയിൻ പ്ലസ്. ഓക്കെ, ഇങ്ങനെയാണ് പാരിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, പാരിറ്റി ഈസ് ആക്ച്വലി ദി പ്രോഡക്റ്റ് ഓഫ് ഇൻഡിവിജ്വൽ പാരിറ്റീസ്. whereas the angular momentum will be a vector sum. Okay, അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ you have this has this J1 modulus of J1 plus J2 മുതൽ modulus of J1 minus J2 വരെയുള്ള
ഇൻഡിജർ വാല്യൂസ് എല്ലാം ഇതിന് പോസിബിൾ ആണ്. ഓക്കെ, J1 പ്ലസ് J2 ടു J1 മൈനസ് J2 വരെയുള്ള ഏത് വേണമെങ്കിലും ഇതിൻ്റെ പോസിബിലിറ്റി സ്വീകരിക്കാം. സോ വാട്ട് ഹാപ്പൻസ് ഇഫ് ദിസ് ഇസ് 9/2 and 9/2? So if you add 9/2 and 9/2 you have 9, and then if 9/2 minus 9/2 is 0, so you can in principle have this 9, 8, 7, 6, 5, 4, 3, 2, 1 and 0. These are all the angular momentums it can possibly have from these values of J1 and J2. ഓക്കെ, ഈ രണ്ട് വാല്യൂ J1 J2 9/2 ആണെന്ന് പറയുമ്പം 9/2 9/2 ആവുന്ന സമയത്ത് അതിന് പല രീതിയിലുള്ള വെക്ടർ ഓറിയൻറ്റേഷൻസ് ഉണ്ടാവാം. അത് അതിൻ്റെ റിസൾട്ടാണ് നമ്മൾ എഴുതിയ if they are absolutely parallel you will get a 9, if they are absolutely anti-parallel you have 0, and in between you can have a different orientations and that give rise to these kinds of values. Okay, അത് തൽക്കാലം നിങ്ങൾ എന്ത് പറഞ്ഞാൽ മതി, ദാറ്റ് വിൽ ബി എ വെക്ടർ സം എന്ന് പറഞ്ഞാൽ മതി. എന്നിട്ട് ഏതെങ്കിലും ഒരു എക്സാമ്പിൾ ഇങ്ങനെ കാണിച്ചാൽ മതി. എക്സാക്ട് പ്രോബ്ലം ചോദിക്കുന്ന സമയത്ത് ഇതുപോലെ ഒരെണ്ണം മാത്രം ഓടുള്ളതേ ചോദിക്കാറുള്ളൂ സാധാരണഗതിയിൽ പ്രോബ്ലമായിട്ട് ചോദിക്കുന്ന സമയത്ത്. ഓക്കെ, അതർവൈസ് ബോത്ത് ഓഫ് ദം വുഡ് ബി ഈവൺ. രണ്ടും ഈവൺ ആണെങ്കിൽ പിന്നെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഈവൺ ആണെങ്കിൽ യു ക്യാൻ ഡയറക്ട്ലി റൈറ്റ് ഇറ്റ് ആസ് സം എന്താ പറയുക. So of course you can ask which of the following is a possible one എന്ന് വേണമെങ്കിൽ ചോദിക്കാം. ഫോർ എക്സാമ്പിൾ 7/2 എന്ന് പറയുന്ന ആംഗുലർ മൊമെന്റം ഇതിന് പോസിബിൾ അല്ല. ഓക്കെ, സോ ബിക്കോസ് വി ആർ ഗെറ്റിംഗ് ഓൾ ദ ഇൻഡിജർ വാല്യൂസ് ലൈക്ക് 9, 8, 7, 6, 5, 4, 3, 2, 1, 0 അല്ലേ. സപ്പോസ് ദേ ആസ്ക് if 5/2 angular momentum is a possible one for this particular nucleus. Yes, no, because we don't have any such kind of a vector sum in this result. അങ്ങനത്തെ ആൻസർ കിട്ടില്ല. ഓക്കെ, ഒരു എക്സാമ്പിളും കൂടെ ചെയ്യാം അല്ലേ. ഒരു എക്സാമ്പിളും കൂടെ ചെയ്യാം, കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ചെയ്യാം. നിങ്ങൾ ചെയ്യണേ. ചെയ്യാവോ? ചെയ്ത് നോക്കി.
ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? ആ സർ. കഴിഞ്ഞു സർ. എന്താ കിട്ടിയത്? പാരിറ്റി പ്ലസ് angular momentum possibilities 2 1. 2 1. Okay, so number of protons is 15, number of neutrons is 90 അല്ലേ? both are odd. നമുക്ക് എഴുതി നോക്കാം. that is SP. ഇത്രയും മതി തോന്നുന്നു അല്ലേ? അല്ലേടോ? എന്താ സർ കേട്ടില്ല? ഇത്രയും പോരെ? SPP മതി മതി. ഹാഫ് 3/2 1/2 1 sorry 5/2 1/2 3/2 ഒക്കുപെൻസി 2 4 2 6 6 2 8 8 6 14. So this is of proton. Okay, ന്യൂട്രോൺ ആവുന്ന സമയത്ത് ഇത് ഇത്രയും വരെ
this is the same. Then proton neutron ആവുന്ന സമയത്ത് then S you have this 1/2, then D that is 3/2. ഓക്കെ, അപ്പം 6 and 8 14, 14 2 16, 16 3 19. Okay, so if you lock this the last field of proton, odd proton is in S 1/2. Okay, and the last field odd neutron is in the D 3/2. D 3/2. Okay, so ഒരെണ്ണത്തിൻ്റെ maybe if I'm calling this is S1, I mean I1 അല്ലെങ്കിൽ J1 എന്നൊക്കെ വിളിക്കുകയാണെങ്കിൽ J1 എന്ന് പറയുന്നത് ഹാഫും J2 എന്ന് പറയുന്നത് 3/2. Okay, parity, regarding the parity of this is -1/0 അല്ലേ, S ആണ് -1/0, that is plus. ഇവിടെ -1/, SPD ആണ്, G എന്ന് പറയുന്നത് again it's 0 1 2, so that's again plus, so the plus will combine you to form a plus അല്ലേ കിട്ടിയത്? Yeah. And regarding this angular momentum, you have a 3/2 and 1/2, so that is you can have modulus of this some 3/2 minus plus 1/2 to some 3/2 minus 1/2. 3/2 plus 1/2 is 2. 3/2 minus 1/2 is 1. And in between 2 and 1 there is no other values, like 2 and 1 are the possible angular momentum with parity is just plus. Okay, 2 and 1. Okay, അപ്പം അത് മനസ്സിലായല്ലോ അല്ലേ? സോ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇനി അടുത്ത കാര്യങ്ങൾ ഒക്കെ ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരാം. ഇതിൻ്റെ ഷെല്ല് വരയ്ക്കണം. അപ്പോൾ ഇത്രയും ഡാറ്റ വെച്ചിട്ട് നിങ്ങൾക്ക് കുറച്ചും കൂടെ ഇതിനെ വിപുലീകരിച്ച് എഴുതാവുന്നതാണ്. അപ്പോൾ നേരത്തെ ശ്രീഹരി ചോദിച്ചിരുന്നു എങ്ങനെയാണ് എസ് എഴുതേണ്ടതെന്ന് ചോദിക്കുന്ന സമയത്ത് എന്താണ് ഷെൽ സ്ട്രക്ചറിൻ്റെ അതിൻ്റെ നീഡ് ഓഫ് ഷെൽ മോഡൽ. Okay, then the nature of the force in the nature, then we have the approximate potentials. So the magic number will come in this first. To explain magic number, potentials എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ആ പൊട്ടൻഷ്യലിൻ്റെ പേരുണ്ട്. എന്താണ് പൊട്ടൻഷ്യൽ എന്ന് പറയാം? ഇന്റർമീഡിയറ്റ് ഫോം വേണം, സ്പിൻ ഓർബിറ്റ് കപ്ലിംഗ് വേണം. ഓക്കെ, then you write the shell structure, then some examples, angular momentum discussion, parity discussion. ഇനി ഒരു 2 പോയിന്റ് കൂടെ അതിൽ പറയാനുണ്ട്. അത് ഒന്ന് മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ്, അതുപോലെ ഇലക്ട്രിക് ക്വാഡ്രപോൾ മൊമെന്റ്. ഇത് രണ്ടും ഈ പറയുന്ന ലാസ്റ്റ് ഫീൽഡിൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് കണ്ടുപിടിക്കാവുന്ന ക്വാണ്ടിറ്റികളാണ്. ഓക്കെ, മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ആണെങ്കിലും ഇലക്ട്രിക് ക്വാഡ്രപോൾ മൊമെന്റ് ആണെങ്കിലും ഈ ടോട്ടൽ ആംഗുലർ മൊമെന്റ് അറിയാമെങ്കിൽ ചെയ്യാവുന്ന ക്വാണ്ടിറ്റികളാണ്. 2 ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി. അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം. ഓഫ് കോഴ്സ് യു നീഡ് ടു ഡ്രോ ദി പൊട്ടൻഷ്യലിനെ വരയ്ക്കണം, ഇന്റർമീഡിയറ്റ് ഫോമിനെ വരയ്ക്കണം. ഓക്കെ, ഓഫ് കോഴ്സ് യു ഡ്രോ ദി ഷെൽ സ്ട്രക്ചേഴ്സ് വരയ്ക്കണം. ആൻഡ് ദാറ്റ്സ് ഓൾ. ഓക്കെ, ഇത്ര ചെയ്താൽ നമ്മുടെ ഷെൽ സ്ട്രക്ചറിൻ്റെ സെയിം. ഓക്കെ ആണല്ലോ? നിർത്തട്ടെ? ഓക്കെ, താങ്ക് യു. ഓക്കെ സാർ.